പെപ്സി, മൗണ്ടൻ ഡ്യൂ, 7up, ഗേറ്ററേഡ്, സ്റ്റിംഗ് എന്നീ പേരുകൾ കേൾക്കാത്തവർ കുറവായിരിക്കും. പെപ്സിക്കോയുടെ ആഗോളതലത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ബോട്ട്ലർമാരിൽ ഒരാൾ. 4 ഭൂഖണ്ഡങ്ങളിലായി പ്രവർത്തിക്കുന്ന 48 അത്യാധുനിക പ്ലാന്റുകൾ, 35 ലക്ഷത്തിലധികം ഔട്ട്ലെറ്റുകൾ, 1.25 ലക്ഷത്തിലധികം കോൾഡ് ചെയിൻ യൂണിറ്റുകൾ, 2000-ലധികം ട്രക്കുകൾ. അങ്ങനെ നീളുന്നു ഈ കമ്പനിയുടെ കപ്പാസിറ്റി. ദേവ്യാനി ഇന്റർനാഷണൽ എന്ന കമ്പനി ഓൺ ചെയ്യുന്ന RJ കോർപ്പറേഷൻ പടുത്തുയർത്തിയ സാമ്രാജ്യം none other than വരുൺ ബിവറേജസ് ലിമിറ്റഡ്. ഇന്ത്യയുടെ ബെവറേജ് ഇൻഡസ്ട്രിയിലെ മേജർ പ്ലെയർ ആണ് ഈ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനികളിൽ ഒന്ന് എന്ന നിലയിൽ മാത്രമല്ല, US പുറത്തുള്ള പെപ്സിക്കോയുടെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗവുമായ വരുൺ ബിവറേജസ് ആണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ഈ കമ്പനിയുടെ ഒരു പ്രവർത്തന രീതി നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇന്ത്യയിലുടനീളവും സബ് സഹാറൻ ആഫ്രിക്കയിലും വടക്കേ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും പെപ്സി, മൗണ്ടൻ ഡ്യൂ, 7up, മിറിൻഡ, ട്രോപ്പിക്കാന, ഗേറ്ററേഡ്, സ്റ്റിംഗ്, അക്വാഫിന എന്നിവയുൾപ്പെടെ 25-ലധികം ബ്രാൻഡുകളുടെ മാനുഫാക്ചറിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ചെയ്യുന്നതിനുള്ള പെപ്സിക്കോയുടെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് വരുൺ ബിവറേജസിനുണ്ട്. വരുൺ ബിവറേജസിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ സ്ട്രീംസ് നമുക്ക് 3 സോഴ്സുകളിലായി സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തേത് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അഥവാ CSD. നെക്സ്റ്റ് നോൺ കാർബണേറ്റഡ് ബിവറേജസ് ലൈക്ക് ജ്യൂസ്, എനർജി ഡ്രിങ്ക്സ്, ഡയറി, അങ്ങനെ നീളുന്നു. ഇനി അവസാനത്തേത് പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ. 4 ഭൂഖണ്ഡങ്ങളിലായി പ്രവർത്തിക്കുന്ന 48 അത്യാധുനിക പ്ലാന്റുകളും 35 ലക്ഷത്തിലധികം ഔട്ട്ലെറ്റുകളും 1.25 ലക്ഷത്തിലധികം കോൾഡ് ചെയിൻ യൂണിറ്റുകളും 2000-ലധികം ട്രക്കുകളും ഉപയോഗിച്ചാണ് ഇന്ന് ഈ ലാർജ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ നമ്പേഴ്സ് മാത്രം മതി കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ. 2024 കാലണ്ടർ വർഷത്തിൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയ പെപ്സി, 7up, മൗണ്ടൻ ഡ്യൂ, മിറിൻഡ എന്നിവ 60% വോള്യൂം ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. എനർജി ഡ്രിങ്ക്സ് സെഗ്മെന്റിൽ സ്റ്റിംഗ് വോള്യത്തിൽ 95% വളർച്ചയാണ് തന്നത്. ഹൈഡ്രേഷൻ സെഗ്മെന്റിലാകട്ടെ അക്വാഫിന വെള്ളം, സോഡ എന്നിവ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാക്കേജ്, അതായത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, ബിസിനസ് എന്നിവിടങ്ങളിലെ ബൾക്ക് സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സെഗ്മെന്റിൽ നിന്നും ഏകദേശം 18% ഹൈ മാർജിൻ 2024 വർഷത്തിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് വിഭാഗത്തിലേക്ക് വന്നാൽ ട്രോപ്പിക്കാന സ്ലൈസ്, ട്രോപ്പിക്കാന ഫ്രൂട്ട്സ് എന്നിവയും 7% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനാലിസിസിലേക്കാണ് അടുത്തത്. 2024 മാർച്ച് ക്വാർട്ടറിൽ നിന്നും ജൂണിൽ എത്തിയപ്പോൾ നെറ്റ് സെയിൽസ് 7197 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 23% നിന്നും 27.7%-ആയും കൂടി. നെറ്റ് പ്രോഫിറ്റിന്റെ കേസിലും സമാന കാലയളവിൽ 130% വലിയ മുന്നേറ്റം കണ്ടു. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 12.7%-ൽ നിന്നും 17.5%-ആയും മെച്ചപ്പെട്ടു. സീസണാലിറ്റി കാര്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ബിസിനസ്സാണ് നമ്മുടെ ഈ പറയുന്ന വരുൺ ബിവറേജസിൻ്റെത്. പ്രത്യേകിച്ച് ഡിസംബറിൽ വിന്റർ സീസൺ ആകുമ്പോഴേക്കും സെയിൽസിന് കുറവ് വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ജൂണിൽ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും 48% ഇടിവ് നെറ്റ് സെയിൽസിൽ ഈ കാലയളവിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് മാർച്ചിലാകട്ടെ 2025 സമ്മർ സീസണിൽ നെറ്റ് സെയിൽസ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏകദേശം 29% മുന്നേറ്റവും പ്രകടമാക്കിയിട്ടുണ്ട്. സീസണാലിറ്റിക്ക് പുറമെ 2024 ഡിസംബറിൽ കമ്പനിയുടെ പാക്കേജിംഗ് കോസ്റ്റ് വർദ്ധിച്ചതും കമ്പനിയുടെ മാർജിനുകളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം 2021 മുതൽ 24 വരെയുള്ള കാലയളവിൽ നെറ്റ് സെയിൽസ് 126% വലിയ രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഈ പീരീഡിൽ 2011 746 കോടിയിൽ നിന്നും 2024 ആയപ്പോഴേക്കും 2634 കോടിയായിട്ടാണ് കുതിച്ചത്. ഈ ട്രെൻഡിന് എന്താണ് കാരണം? കോവിഡ് പാൻഡമിക്കിന് ശേഷം 2022 കാലണ്ടർ വർഷത്തിൽ ലോക്ക്ഡൌൺ അവസാനിച്ചതും സ്റ്റിംഗ് ബ്രാൻഡിന്റെ 61.4% റവന്യൂ സംഭാവനയും കമ്പനിക്ക് വലിയ തുണയായി. ഡിമാൻഡിന് മുൻപ് തന്നെ കപ്പാസിറ്റി കമ്പനി വർദ്ധിപ്പിച്ചതും നേട്ടമായിട്ടുണ്ട്.
കാലണ്ടർ ഇയർ 2023-24 സമയത്ത് ഏകദേശം 4500 കോടി രൂപയുടെ ക്യാപെക്സ് ആണ് കമ്പനി നടത്തിയത്. മഹാരാഷ്ട്ര, UP, ഒഡീഷ എന്നിവിടങ്ങളിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചതോടെ വരുൺ ബെവറേജസിന്റെ കപ്പാസിറ്റി ആനുവലി 1.4 ബില്യൺ കേസുകളായിട്ട് ഉയർന്നു. 2025 ആദ്യ പാദത്തിൽ അധികവും പഞ്ചസാര രഹിത പാനീയങ്ങളോ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതോ ആയ ഡ്രിങ്ക്സിൽ നിന്നുമാണ് കമ്പനിയുടെ വോള്യം വർദ്ധിച്ചത്. ഈ കാരണത്താൽ തന്നെ, അതായത് വർദ്ധിച്ച ഷുഗർ ഇൻഫ്ലേഷനിൽ നിന്നും കമ്പനിക്ക് രക്ഷ നേടാനായിട്ടുണ്ട്. അവസാനമായി ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷനും കമ്പനിക്ക് വലിയ ഗുണകരമായി എന്നാണ് നിക്ഷേപകർ മനസ്സിലാക്കേണ്ടത്. ദക്ഷിണാഫ്രിക്കയിലെ ബെവ്കോ ഏറ്റെടുക്കലുകളിലൂടെ കമ്പനിക്ക് മുഴുവൻ കപ്പാസിറ്റിയുടെ 13% വർദ്ധിപ്പിക്കാനും ഒപ്പം ഇന്ത്യയിലെ മൺസൂൺ റിസ്ക് ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട റേഷ്യോ അനാലിസിസ് ആണ്. ROCE 2020 ഡിസംബറിൽ ഉണ്ടായിരുന്ന ROCE 6.41%, 2024 ഡിസംബർ ആയപ്പോഴേക്കും 23.43% മെച്ചപ്പെട്ടു. കോവിഡിന് ശേഷമുള്ള ROCE കംപ്ലീറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇയർലി ബേസിസിൽ ഉണ്ടെങ്കിലും 2024 പുതിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയതിനാൽ ROCEയിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പ് കാണാനും കഴിയുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും സമാനമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഡിസംബർ 2020 5.75% ആയിരുന്നത് ഡിസംബർ 2023 ആയപ്പോഴേക്കും 28.22% ഉയർന്നു. അതേസമയം 2024 ഡിസംബർ ആയപ്പോൾ 19.66% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കുറവിന് കാരണം എന്താണ് എന്ന് നോക്കാം. 7500 കോടിയുടെ QIP നടത്തിയത് കൊണ്ട് ഇക്വിറ്റി ബേസ് വർദ്ധിച്ചു. സ്വാഭാവികമായും ഇത് ROE കംപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്തു. ഇനി വാല്യുവേഷനിലേക്കാണ്. കംപ്ലീറ്റ് FMCG സെക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40 PE-ലാണുള്ളത്. പൊതുവെ ഈ ബെവറേജസ് സെഗ്മെന്റിലെ ഓഹരികൾ ഹയർ PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹയർ ROCEയും ഇൻഫ്ലേഷണറി പ്രഷറും കാരണം ഏർണിംഗ്സിൽ ഉണ്ടാകുന്ന ഇടിവാണ് ഈ PE കൂടാൻ കാരണമാകുന്നത്. മറ്റ് FMCG കമ്പനികളിൽ നെസ്ലയെ കഴിഞ്ഞും 17% ഡിസ്കൗണ്ടിലാണ് വരുൺ ബിവറേജസ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഡാബറിനെ അപേക്ഷിച്ച് 10% പ്രീമിയത്തിലാണ് വരുൺ ബിവറേജസ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. ഈ ഡാറ്റകളും ഗ്രോത്ത് പ്രോസ്പെക്ട്സും കണക്കിലെടുത്താൽ ഈ കമ്പനി എക്സ്പെൻസീവ് ആണ് എന്നതിലുപരി റീസണബിളി പ്രൈസ്ഡ് ആയ ഓഹരിയാണ് എന്നാണ് വിലയിരുത്താനായിട്ട് സാധിക്കുക. ഈ കമ്പനിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ് അടുത്തതായി പരിശോധിക്കുന്നത്. ആദ്യത്തെ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ്. കമ്പനിക്ക് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായി ഏകദേശം 35 ലക്ഷത്തിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നതിനാൽ തന്നെ മികച്ച മാർക്കറ്റ് പെനട്രേഷനും ബ്രാൻഡ് വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. കമ്പനിയുടേതായ ട്രക്കുകളും മറ്റ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളതിനാൽ തന്നെ തേർഡ് പാർട്ടി ഡിപ്പെൻഡൻസി കുറവാണ്. 48 ആധുനിക പ്ലാന്റുകൾ വേഗത്തിലുള്ള സ്കെയിലിംഗിനും ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിയും ഉള്ളതുകൊണ്ട് തന്നെ സമ്മർ സീസൺ പീക്ക് സമയങ്ങളിൽ റാപ്പിഡ് പ്രൊഡക്ഷൻ നടത്തി അതുവഴി വോള്യൂം കൂട്ടാനും കമ്പനിക്ക് സാധിക്കും. പെപ്സിക്കോയുടെ മേജർ ബ്രാൻഡ്സിന്റെ ബോട്ട്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഉള്ളതിനാൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂ പ്രോഡക്റ്റ് ഇന്നോവേഷനിലേക്കും കമ്പനിയെ കടക്കാൻ പ്രാപ്തമാക്കും. അടുത്ത പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കമ്പനിയുടെ പോർട്ട്ഫോളിയോ നോക്കിയാൽ തന്നെ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ, വെള്ളം, ജ്യൂസുകൾ, എനർജി ഡ്രിങ്കുകൾ, ഡയറി പ്രോഡക്ട്സ് എന്നിവയാണ് ബ്രോഡ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നത്. കൺസ്യൂമർ പ്രിഫറൻസിൽ നിന്നോ പ്രോഡക്റ്റ് സ്പെസിഫിക് പ്രതികൂല സാഹചര്യങ്ങൾ മൂലമോ ഉണ്ടാകുന്ന റിസ്ക് നികത്താൻ ഇത് സഹായിക്കുന്നുമുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലീസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ കമ്പനിക്ക് സാധിക്കും. സീസണാലിറ്റി ആണ് കമ്പനിക്ക് മുന്നിലുള്ള ആദ്യത്തെ ചാലഞ്ച്. കാലാവസ്ഥയ്ക്ക് ഈ കമ്പനിയുടെ പെർഫോമൻസിൽ വലിയൊരു പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. സമ്മർ സീസണായ ഏപ്രിൽ ജൂൺ പാദങ്ങളിലാണ് വാർഷിക വിൽപ്പനയുടെ ഏകദേശം 40% കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും എയർലി മൺസൂൺ ഉൾപ്പെടെയുള്ള വെതർ റിസ്ക് ഫാക്ടേഴ്സ് കമ്പനിയെ കാര്യമായി ബാധിക്കാറുണ്ട്. പാക്കേജിംഗിന് ഉപയോഗിക്കുന്ന PET റെസിൻ, പഞ്ചസാര തുടങ്ങിയ റോ മെറ്റീരിയൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക്. അടിക്കടി ഉണ്ടാകുന്ന ഇൻപുട്ട് കോസ്റ്റിലെ ഈ വിലമാറ്റങ്ങൾ പല ക്വാർട്ടേഴ്സിലും കമ്പനിയുടെ മാർജിൻ കംപ്രസ് ചെയ്തേക്കാം.
കമ്പനി മികച്ച രീതിയിൽ എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ആഫ്രിക്കയിലും ഏഷ്യയിലും കൂടാതെ മറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കുന്നത് ലോജിസ്റ്റിക്കൽ, റെഗുലേറ്ററി, കറൻസി വെല്ലുവിളികൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ചലഞ്ചസ് മറികടക്കാൻ കമ്പനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നോക്കാം. സീസണാലിറ്റിയുടെ റിസ്ക് മറികടക്കാനായി കമ്പനി ഒരു വർഷം മുഴുവൻ സ്റ്റേബിൾ ഡിമാൻഡ് നൽകുന്ന ഡയറി ആൻഡ് എനർജി ഡ്രിങ്ക്സ് പ്രൊമോട്ട് ചെയ്യുന്നത് ക്വാർട്ടർലി ഫ്ലക്ച്വേഷൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റി കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ കോസ്റ്റ് ഹെഡ്ജ് ചെയ്യുന്നതും കൂടാതെ സപ്ലയേഴ്സുമായി ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ നടത്തുന്നതും കമ്പനിയുടെ കോസ്റ്റ് മാനേജ്മെന്റിന് സഹായിക്കും. അടുത്തത് ടെക്നോളജി ഡ്രിവൻ ഓപ്പറേഷൻ ആണ്. സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യതയും ലോജിസ്റ്റിക്കിലെ റൂട്ട് ഒപ്റ്റിമൈസേഷനും ചെലവ് കുറയ്ക്കുകയും വിപണിയിലേക്കുള്ള വേഗത മെച്ചപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച UP, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിലെ 3 പുതിയ പ്ലാന്റുകൾ ഉപയോഗിച്ച് കൂടുതൽ മൂലധന നിക്ഷേപം ഇല്ലാതെ വരുൺ ബിവറേജസിന് 20% വോള്യം വളർച്ച കൈവരിക്കാൻ കഴിയും. മാർജിൻ വിസിബിലിറ്റി ശക്തമായി തുടരുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിയാൽ ROE 25% എന്ന പഴയ നിലവാരത്തിലേക്ക് ഉയർത്താനും സാധിക്കും. വരുൺ ബിവറേജസ് എന്ന കമ്പനി ഓഹരി വിപണിയിൽ എത്തുന്നത് 2016 നവംബർ 8 അന്ന് ലിസ്റ്റിംഗ് പ്രൈസ് 445 രൂപ എന്ന നിലയ്ക്കായിരുന്നു. കമ്പനി ഈ 9 വർഷ കാലയളവിൽ 1800% ടോട്ടൽ റിട്ടേൺ ആണ് സ്പ്ലിറ്റ് അഡ്ജസ്റ്റഡ് ബേസിസിൽ നൽകിയിരിക്കുന്നത്. അതായത് 38% കോമ്പൗണ്ടിംഗ് ഗ്രോത്ത്. ഇതിലൊക്കെ ഉപരിയായി GST റീഫോംസിന്റെ ഭാഗമായി ഫ്രൂട്ട് ഡ്രിങ്ക്സിന്റെയും കാർബണേറ്റഡ് പാനീയങ്ങളുടെയും നിരക്ക് 28% നിന്നും 40% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് വരുൺ ബിവറേജസ് എന്ന കമ്പനിയെ എങ്ങനെയാകും അഫക്ട് ചെയ്യുക എന്നും അതിനെ തരണം ചെയ്യാൻ കമ്പനി എന്ത് മുൻകരുതലുകളാണ് എടുക്കുക എന്നതും വരുന്ന പാദങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. സീസണാലിറ്റി പ്രഷേഴ്സ് കാരണം വരുൺ ബിവറേജസ് എന്ന കമ്പനിക്ക് ഷോർട്ട് ടേം മാർജിൻ പ്രഷേഴ്സ് ഉണ്ടെങ്കിലും സ്ട്രോങ് ഫണ്ടമെന്റൽസ്, കൺസിസ്റ്റന്റ് ആയ ഗ്രോത്ത് ട്രാജക്ടറി, റോബസ്റ്റ് ബിസിനസ് മോഡൽ എന്നിവ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റകൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് അട്രാക്റ്റീവ് ആയ സ്റ്റോക്കായി വരുൺ ബിവറേജസ് എന്ന കമ്പനിയെ വിലയിരുത്താം. പ്രേക്ഷകർ ഓർക്കുക, ഭാവിയിൽ ഒരു പോസിബിൾ അപ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിക്കുക. ഇതൊരു സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.